കൃഷ്ണ എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ. വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഓം നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14 ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ഇന്നത്തെ ശ്ലോകങ്ങൾ 21 മുതൽ 25 വരെ. ശ്ലോകം 25. അർജുന ഉവാച അർജുന ഉവാച കൈഹി കേരളേ ലിംഗേ ലിംഗൈ സ്ത്രീം സ്ത്രീൻ ഗുണാൻ ഗുണാൻ ഏതാൻ ഏതാൻ അതീതഃ അതീതോ ഭവതി ഭവതി പ്രഭോ 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 കിം ആചാര്യഃ കിം ആചാര്യ ആചാര്യഃ കഥം കഥം ച ച ഏതാൻ ത്രീം ഗുണാൻ ഗുണാൻ അതിവർത്തതേ അതിവർത്തതേ. കൈർലിംഗൈ സ്ത്രീം ഗുണാൻ അർജുന ഉവാച അർജുന ച അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീം ഗുണാൻ കൈർലിംഗേ സ്ത്രീൻ ഗുണാൻ ഏതാനതീതോ ഭവതി പ്രഭോ നേതാനതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചേതാം കിമാചാരം ആചാരം കഥം ചെയ്താസ് സ്ത്രീം ഗുണാനതിവർത്തതേ കൈർലിംഗൈ സ്ത്രീം ഗുണാൻ അതിവർത്തതേ ഏതാനതീതോ ഭവതി പ്രഭോ ഗുണാനേതാനതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചേതാം കിമാചാരം കഥം ചെയ്താസ് സ്ത്രീം ഗുണാനതിവർത്തതേ ഗുണാനതിവർത്തതേ അർജുന ഉവാച അർജുന കൈർലിംഗൈ സ്ത്രീം ഗുണാൻ സ്ത്രീൻ ഗുണാൻ ഏതാനതീതോ ഭവതി പ്രഭോ ഏതാനതീതോ ഭവതി കിമാചാര കഥം ചെയ്താം കിമാചാര കഥം ചെയ്താസ് സ്ത്രീം ഗുണാനതിവർത്തതേ ഗുണാനതിവർത്തതേ അർജുന ഉവാച അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീം ഗുണാൻ ഗുണാനേതാൻ അങ്ങനെയാണ് ഏതാനതീതോ ഭവതി പ്രഭോ. ഹരീഷ്ണവിജി കൈർലിംഗേ സ്ത്രീം ഗുണാനേതാൻ കൈർലിംഗൈ സ്ത്രീം ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കൈർലിംഗേ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി ഭവതി പ്രഭോ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചെയ്താം കിമാചാര കഥം ചെയ്താം സ്ത്രീം ഗുണാനതിവർത്തതേ. ഗുണാനതിവർത്തതേ. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീനിവാജി കേൾക്കില്ല? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. കേൾക്കാം. വത്സലമാജി ഹരേ കൃഷ്ണ പ്രഭുജി. പദാനുപദാർത്ഥം. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, പ്രഭോ, ഹേ പ്രഭോ, കൈർലിംഗേ ഏതെല്ലാം ലക്ഷണങ്ങൾ കൊണ്ട് ഏതാൻ സ്ത്രീൻ ഗുണാൻ ഈ 3 ഗുണങ്ങളെ അതീതനായിട്ട് ഭവതി ഭവിക്കുന്നു, കിം ആചാര ഏത് ആചാരമുള്ളവനായി ഭവിക്കുന്നു, കഥം എങ്ങനെ, ഏതാൻ സ്ത്രീ ഗുണാൻ ഈ 3 ഗുണങ്ങളെ അതിവർത്തിക്കുകയും ചെയ്യുന്നു. വിവർത്തനം. അർജുനൻ ചോദിച്ചു, പ്രഭോ, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? ഭാവാർത്ഥം. ശ്രീ എ സി ബന്ദി മഹാരാജ് ജയ ഹോ.
ഈ ശ്ലോകത്തിലെ അർജുനന്റെ ചോദ്യങ്ങൾ സമുചിതങ്ങളാണ്. ത്രിഗുണാതീതനായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളെ എന്തെല്ലാമെന്ന് അദ്ദേഹത്തിന് അറിയണം. അങ്ങനെയുള്ള ഒരു ഇന്ദ്രിയാതീതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ആദ്യമായി അദ്ദേഹം ചോദിക്കുന്നത്. ഒരാൾ ത്രിഗുണങ്ങളുടെ സ്വാധീന ശക്തിക്ക് അതീതനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അയാളുടെ ജീവിതവും പ്രവൃത്തിയും എങ്ങനെയായിരിക്കും? അവ നിയന്ത്രിതങ്ങളോ അല്ലയോ എന്നതാണ് അടുത്ത ചോദ്യം. ഒടുവിൽ അതീന്ദ്രിയ ഭാവം പ്രാപിക്കാനുള്ള ഉപായങ്ങൾ എന്തെന്നും ചോദിക്കുന്നു. സുപ്രധാനമായ ഒന്നാണത്. സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ വേണ്ടുന്ന ഋജുവായ ഒരു ഉപായം അറിയാത്തവരിൽ ഈ ലക്ഷണങ്ങൾ വെളിപ്പെടാനിടയില്ല. അർജുനന്റെ പ്രാധാന്യമേറിയ ചോദ്യങ്ങൾക്ക് ശ്രീ ഭഗവാൻ മറുപടി പറയുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 22. ശ്രീഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ശ്രീഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ സംപ്രവൃത്താനി നിവൃത്താനി കാംക്ഷതി. ശ്രീഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി നിവൃത്താനി കാംക്ഷതി. ശ്രീഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി നിവൃത്താനി കാംക്ഷതി. ശ്ലോകം 23. ഉദാസീനവത് ആസീനോ ഗുണൈര്യോ യഃ ന വിചാര്യതേ ഗുണ വർത്തന്ത ഇതി യോ അവതിഷ്ഠതി ന ഇംഗതേ. ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണവർത്തന്ത ഇത്യേവം അവതിഷ്ഠതി നേംഗതേ. ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണവർത്തന്ത ഇത്യേവം അവതിഷ്ഠതി നേംഗതേ. ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണവർത്തന്ത ഇത്യേവം അവതിഷ്ഠതി നേംഗതേ. ശ്ലോകം 24. സമ ദുഃഖ സ്വസ്ഥ സമലോഷ്ട
സമലോഷ്ഠ स्म काञ्चनः കാഞ്ചന तुल्यप्रिया प्रियो തുല്യപ്രിയോ धीर ധീര तुल्य തുല്യ निन्दा നിന്ദ आत्मसंस्तुति ആത്മസംസ്തുതി समदुःख सुख स्वस्थ സമദുഃഖ സുഖസ്വസ്ഥ समलोष्टाश्म काञ्चनः സമലോഷ്ടാത്മകാഞ്ചന കാഞ്ചന तुल्यप्रिया प्रियो തുല്യപ്രിയ धीरस्तुल्यनिन्दात्मसंस्तुति ധീരസ്തുല്യാനിന്ദാത്മസംസ്തുതി समदुःख सुख स्वस्थ സമാദുഃഖ സുഖസ്വസ്ഥ समलोष्टाश्म काञ्चनः സമലോഷ്ടാത്മകാഞ്ചന तुल्यप्रिया प्रियो धीरस् തുല്യപ്രിയ പ്രിയോ ധീര निन्दात्मसंस्तुति സംസ്തുതി समदुःख सुख स्वस्थ സമദുഃഖ സുഖസ്വസ്ഥ समलोष्टाश्म काञ्चनः സമദുഃഖാത്മകാഞ്ചന तुल्यप्रिया प्रियो धीरस् തുല്യപ്രിയ പ്രിയ പ്രിയോ പ്രിയോ ധീര ധീര तुल्यनिन्दात्मसंस्तुति സംസ്തുതി समदुःख सुख स्वस्थ സമദുഃഖ സുഖസ്വസ്ഥ समलोष्टाश्म काञ्चनः സമലോഷ്ടാത്മകാഞ്ചന तुल्यप्रिया प्रियो धीरस् തുല്യപ്രിയ പ്രിയോ ധീര तुल्यनिन्दात्मसंस्तुति സംസ്തുതി श्लोकं प्रिया प्रियो प्रिया प्रियो प्रिया प्लस अप्रिय को तुल्य प्रिया प्रियो എന്നാണ് തുല്യ പ്രിയാ പ്രിയോ प्रिया प्रियो श्लोकं 25 मानः अपमानय तुल्य तुल्यो തുല്യോ मित्रादिपक्षयो सर्वारम्भपरित्यागी गुणातीत स उच्यते मानापमानयोस्तुल्य तुल्यो मित्रादिपक्षयो सर्वारम्भपरित्यागी गुणातीत स उच्यते मानापमानयोस्तुल्य तुल्यो मित्रादिपक्षयो सर्वारम्भपरित्यागी गुणातीत स उच्यते मानापमानयोस्तुल्य तुल्यो मित्रादिपक्षयो सर्वारम्भपरित्यागी गुणातीत स उच्यते ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കേൾക്കാമോ? ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാണ്ഡവ, ഹേ പാണ്ഡവ, യാതൊരുവൻ പ്രകാശം ച പ്രകാശത്തെയും പ്രവൃത്തിം ച പ്രവൃത്തിയെയും മോഹമേവ ച മോഹത്തെയും സംപ്രവൃത്താനി നിലവിലിരിക്കുമ്പോൾ ന ദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ല, നിവൃത്താനി ഇല്ലാതിരിക്കുമ്പോൾ ന കാംക്ഷതി കാക്ഷിക്കുന്നില്ല, ഉദാസീനവത് ഉദാസീനെന്ന പോലെ ആസീന സ്ഥിതി ചെയ്തുകൊണ്ട് ഗുണങ്ങളാൽ ന വിചാല്യതേ ചലിക്കപ്പെടുന്നില്ല, ഗുണങ്ങൾ തന്നെ വർത്തന്തേ വർത്തിക്കുന്നു, കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇതി എന്നു മനസ്സിലാക്കി യാതൊരുവൻ അവതിഷ്ഠതി സ്ഥിതി ചെയ്യുന്നു, ന ഇംഗതേ ചലിക്കുന്നില്ല,
യാതൊരുവൻ സമദുഃഖ സുഖത്തിലും ദുഃഖത്തിലും സമനായി സ്വസ്ഥനായി സമലോഷ്ടാശ്മകാഞ്ചനഃ ലോഷ്ടം അതായത് മണ്ണ്, കല്ല്, പൊന്ന് ഇവയെ ഒരുപോലെ കരുതിയവനായി തുല്യപ്രിയ പ്രിയത്തിലും അപ്രിയത്തിലും തുല്യനായി ധീര അധീര അചഞ്ചലനായി തുല്യ നിന്ദാത്മ സംസ്തുതി നിന്ദയിലും സ്തുതിയിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നവനായി മാനാപമാനങ്ങളിൽ തുല്യനായി സമഭാവനയോടെ മിത്രാരിപക്ഷയോ ബന്ധുപക്ഷത്തിലും ശത്രുപക്ഷത്തിലും തുല്യഭാവനായി സർവാരംഭ പരിത്യാഗി ഉദ്യമങ്ങളെല്ലാം ത്യജിച്ചവനായിരിക്കുന്ന അവൻ ഗുണാതീതനെന്ന് ഉച്യതേ പറയപ്പെടുന്നു. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ, പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തനനിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്ക് അതീതനുമായിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യ നിലയിൽ കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ, ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ, ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുമിത്ര ഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതനെന്ന് പറയാം. ഭാവാർത്ഥം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. അർജുനന്റെ 3 ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ മറുപടി നൽകുന്നു. അതീന്ദ്രിയാവസ്ഥയിലെത്തിയ ഒരാളിൽ ഈർഷ്യക്കിടയില്ലെന്നും അയാൾക്ക് യാതൊന്നിലും തൃഷ്ണയുണ്ടാവില്ലെന്നുമാണ് കൃഷ്ണൻ ആദ്യമേ സൂചിപ്പിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ശരീരസ്ഥനായിരിക്കെ ജീവസത്തയ്ക്ക് എന്തെങ്കിലും ഒരു പ്രകൃതി ഗുണത്തിന് അതീതനായേ കഴിയൂ എന്ന് ധരിക്കണം. ശരീരം ത്യജിച്ചാൽ ഈ പ്രകൃതി ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തനാകാം. എന്നാൽ ശരീരസ്ഥനായ നിലയിൽ അയാൾക്ക് ഉദാസീനതയാണ് അനുയോജ്യം. തനിക്ക് ഭൗതിക ശരീരമായുള്ള താതാത്മ്യം ഓർമ്മയിൽ എത്താത്ത വിധം അയാൾ ഭക്തിയുത സേവനത്തിൽ മുഴുകണം. ശാരീരിക ബോധമുണ്ടായാൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ബോധത്തെ കൃഷ്ണനിലേക്ക് ആക്കുമ്പോൾ വിഷയാസക്തി തനിയെ ഒഴിഞ്ഞു പോകും. ഭൗതിക ദേഹം ഒരു അനാവശ്യ വസ്തുവാണ്. ജീവന് ശരീരത്തിന്റെ ആജ്ഞകൾ അനുസരിക്കേണ്ടതില്ല. ശരീരസ്ഥങ്ങളായ ഭൗതിക ഗുണങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ആത്മാവെന്ന നിലയിൽ ജീവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. എങ്ങനെയാണ് അയാൾ ഒഴിഞ്ഞു നിൽക്കുന്നത്? അയാൾ ശരീരത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാനും ആകാംക്ഷയില്ല. ഇങ്ങനെയുള്ള അതീന്ദ്രിയാവസ്ഥയിൽ ഭക്തന് പൂർണ്ണ സ്വാതന്ത്ര്യം തനിയെ കൈവരുന്നു. ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാനുള്ള ശ്രമം അയാൾ ചെയ്യേണ്ടതില്ല. അതീന്ദ്രിയാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയിരിക്കുമെന്നതാണ് അടുത്ത ചോദ്യം. ഭൗതിക മനസ്ഥിതിയുള്ള ഒരാൾക്ക് തന്റെ ശരീരത്തോട് മറ്റുള്ളവർ കാട്ടുന്ന നിന്ദയും ആദരവും ബാധകമാണ്. അതീന്ദ്രിയാവസ്ഥയിലെത്തിയ ആളെ അത്തരം മിഥ്യയായ മാനാപമാനങ്ങൾ സ്പർശിക്കുന്നേയില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ സ്വന്തം കടമ നിർവഹിക്കുന്നു. മറ്റുള്ളവർ തന്നെ മാനിക്കുന്നുവോ നിന്ദിക്കുന്നുവോ എന്ന് ശ്രദ്ധിക്കാറില്ല. കൃഷ്ണാവബോധഭരിതനായ തന്റെ കർത്തവ്യത്തിന് അനുയോജ്യമായവയെ അയാൾ കൈക്കൊള്ളും. ഭൗതികമായി എന്തും കഷ്ണങ്ങളാകട്ടെ കനകമാവട്ടെ അയാൾ ആവശ്യപ്പെടുകയില്ല. തന്റെ കൃഷ്ണാവബോധപരമായ കൃത്യനിർവഹണത്തിന് സഹായിക്കുന്ന ഏതൊരാളെയും പ്രിയ സുഹൃത്തായി അയാൾ കരുതുന്നു. തന്നോട് ശത്രുത കരുതുന്നവനെ വെറുക്കുന്നതുമില്ല. സമചിത്തനാണ് അയാൾ. ഭൗതിക അസ്തിത്വത്തോട് ബദ്ധനല്ലതാണെന്ന് അറിയുന്നത് കൊണ്ട് സമദർശിയുമാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അയാളെ ബാധിക്കുകയില്ല. ക്ഷണികങ്ങളായ അസ്വാസ്ഥ്യങ്ങളെയും വിപ്ലവങ്ങളുടെയും സ്ഥിതി അയാൾക്കറിയാം. സ്വന്തം കാര്യത്തിനായി അയാൾ പ്രയത്നിക്കുന്നില്ല. കൃഷ്ണനു വേണ്ടിയുള്ള ഏതുദ്യമത്തിലും അയാൾ ഏർപ്പെടും. എന്നാൽ തനിക്ക് വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിലും ഏർപ്പെടുകയുമില്ല. ഇങ്ങനെ പെരുമാറുന്നവരത്രേ ശരിക്കും അതീന്ദ്രിയാവസ്ഥ പോകുന്നത്. ഹരേ കൃഷ്ണ. ഹരേ ശ്രീചൈതന്യഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാധികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സാരലളിതാ ശ്രീവിശാഖാന്യകാംശ.
नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिसिद्धान्त सरस्वती नामिने श्रीभाषभानवी देवी दैत्याय कृपाब्दये कृष्णसम्बन्ध विज्ञानदायिने प्रभवे नमः माधुर्योज्वल प्रेमाट्या श्रीरूपानुगा भक्तिदा गौरकरुणा शक्ति विग्रहाय नमस्तुते नमस्ते गौरवाणी श्रीमुक्तये दीनकारिणि रूपानुगा विरुद्धापसिद्धान्तारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बर साम्बोधे भक्ताम्बुजायिते नमः नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्ति स्वरूपाय हृतानुभावरायते गौराविर्भावभूमिस्त्वं निर्दिष्टा सज्जनप्रिय वैष्णव सार्वभौम श्री जगन्नाथाय ते नमः श्रीरूपा सनातना भट्टरघुनाथ श्रीजीव गोपाल भट्ट दासर गोनाथ हे जय गौरी चरण बंद जहामोद विज्ञान अभीष्टपूर्ण वाञ्छापदरूपश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनाम्ने गौरद्विषे नमः पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पति गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते चेदां सुरतो पङ्क्तोर्मम मन्दमदेर्गति मत्सर्वस्वपदाम्बोजो राधा मदनमोहनो दिव्याद्वन्तारण्यकल्पद्रुमदा श्रीमद्रत्नाकर सिंहासनस्थो श्रीमद् राधा श्रीलघुदेवो ज्येष्ठानपि सेव्यमानो स्मरामि श्रीमन् रासरसारम्भी वंशी वडतडस्थितः कर्षं वेणु स्वनिर्भूति योगिनाथ श्रीस्तिनाम् तत्पुराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम രാമ രാമ ഹരേ 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 കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമായിരിക്കും. എന്തെങ്കിലും ശരികൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ശിക്ഷാഗുരുവിന്റെയും ശില പ്രഭുപാദിന്റെയും വൈഷ്ണവ പരമ്പരയിലെ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും പാതാരവിന്ദങ്ങളിൽ എന്റെ ദണ്ഡവത്പ്രണാമം. അർജുന ഉവാച കൈർലിംഗേ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചെയ്താം സ്ത്രീ ഗുണാനതിവർത്തതേ. അർജുനൻ ചോദിച്ചു, പ്രഭോ, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? കൃഷ്ണ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ ഗുണങ്ങളെ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതില് ഇരിക്കുന്നവർക്ക് എവിടെ അവര് എത്തുമെന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. സത്വഗുണത്തിൽ ഇരിക്കുന്നവർക്ക് ബ്രഹ്മലോകം വരെ എത്താൻ സാധിക്കും. എന്നാൽ രജോ ഗുണികൾക്ക് ഈ ഭൂമിയിൽ തന്നെ ജീവിച്ച് മരിക്കാം. അവർക്ക് അതിനുള്ള ഗുണമാണ് അവർക്ക് കിട്ടുന്നത്. രജോഗുണത്തിലുള്ളവർക്ക് അവരെ കാമ്യകർമ്മങ്ങൾ ചെയ്ത് വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കാനാണ് അവർക്ക് യോഗം. എന്നാൽ തമോ ഗുണികൾക്കാകട്ടെ അധോ ലോകങ്ങളിലേക്ക്, അതായത് മൃഗങ്ങളായിട്ട് ജന്മമെടുക്കാനാണ് അവർക്ക് ഭഗവാൻ അവരുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഗുണങ്ങളെ അതിജീവിച്ച് ശരീര സംബന്ധികളായ 3 ഗുണങ്ങളെ അതിക്രമിക്കാൻ സാധിച്ചാൽ ആ വ്യക്തിക്ക് ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് മുക്തി ലഭിക്കുന്നുവെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതാണ് അർജുനന് പറഞ്ഞു കൊടുത്തത്. ഇവിടെ ഈ
ജീവിതത്തിൽ വെച്ച് തന്നെ അവർക്ക് ആ മുക്തിയുടെ മോക്ഷം അമൃതം അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. അതായത് ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് മുക്തി ലഭിക്കുന്നു. എങ്ങനെ? ഈ 3 ഗുണങ്ങളെ അതിക്രമിച്ചാൽ സാധിച്ചാൽ. അപ്പോ അർജുനന് അത് ആ ഭഗവാന്റെ ആ ഉപദേശം കേട്ടപ്പോൾ അത് എങ്ങനെ സാധിക്കും, അത് അറിയാനുള്ള ആകാംക്ഷ, ആഗ്രഹം വർദ്ധിച്ചു. അങ്ങനെയാണ് അർജുനൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയാ സംഭവിക്കുന്നത് എങ്ങനെയാണ്, അതായത് ഈ ഗുണങ്ങളെ എങ്ങനെയാണ് നമ്മൾ അതിക്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ ലക്ഷണം എന്താണ്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്താണ്, അതെങ്ങനെ അതിക്രമിക്കാം, അതാണ് 3 ചോദ്യങ്ങൾ ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാൻ പോകും. 3 ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത് അല്ലെ. എങ്ങനെയാണ് ഈ ഗുണങ്ങളെ അതിജീവിക്കുന്നത്, ത്രിഗുണങ്ങളെ അതിക്രമിച്ച ഈ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ ജീവിത രീതി, ആ പെരുമാറ്റം എങ്ങനെയായിരിക്കും, സാധാരണ വ്യക്തിയിൽ നിന്നും അദ്ദേഹത്തിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് അർജുനന് അറിയേണ്ടത്. അതായത് ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് മുക്തി നേടി ഈ ജീവിതത്തിൽ തന്നെ ആ അമൃതം ആസ്വദിക്കണമെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം, അർജുനൻ അത് അറിയാനുള്ള ആഗ്രഹം ഉള്ളിൽ ഉദിച്ചതുകൊണ്ടാണ് അർജുനൻ ഭഗവാനോട് അത് ചോദിക്കുന്നത്. അർജുനൻ അത് ചോദിച്ചതുകൊണ്ട് നമ്മളെ പോലെയുള്ള പതിതാത്മാക്കൾക്കും അത് പഠിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ഈ ശ്ലോകത്തിലെ അർജുനന്റെ ചോദ്യങ്ങൾ സമുചിതങ്ങളാണ്. ത്രിഗുണാതീതനായ ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് അദ്ദേഹത്തിന് അറിയണം. അങ്ങനെയുള്ള ഒരു ഇന്ദ്രിയാതീതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നാണ് ആദ്യമായി അദ്ദേഹം ചോദിക്കുന്നത്. ഒരാൾ ത്രിഗുണങ്ങളുടെ സ്വാധീന ശക്തിക്ക് അതീതനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അയാളുടെ ജീവിതവും പ്രവൃത്തികളും എങ്ങനെയായിരിക്കും? അവ നിയന്ത്രിതങ്ങളോ അല്ലയോ എന്നതാണ് അടുത്ത ചോദ്യം. ഒടുവിൽ അതീന്ദ്രിയ ഭാവം പ്രാപിക്കാനുള്ള ഉപായങ്ങൾ എന്തെന്നും ചോദിക്കുന്നു. സുപ്രധാനമായ ഒന്നാണത്. സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ വേണ്ടുന്ന ഋജുവായ ഒരു ഉപായം അറിയാത്തവരിൽ ഈ ലക്ഷണങ്ങൾ വെളിപ്പെടാനിടയില്ല. അർജുനന്റെ പ്രാധാന്യമേറിയ ഈ ചോദ്യങ്ങൾക്ക് ശ്രീ ഭഗവാൻ മറുപടി പറയുന്നു. എങ്ങനെയാണ് ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കുന്നത്, ആ വ്യക്തിയുടെ ലക്ഷണങ്ങൾ, അതിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയാണ് അദ്ദേഹം അത് അതിക്രമിച്ചത്, അതിനുള്ള ഉത്തരമാണ് ഇനി ഈ അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നത്. ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ 25-ാം ശ്ലോകം വരെ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കാൻ പോകുന്നത്. അവസാനത്തെ 3-ാമത്തെ ചോദ്യമായ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കും എന്നതിന്റെ ഉത്തരം അതിന്റെ അടുത്ത ശ്ലോകങ്ങളിലാണ് വരുന്നത്. ഇതുപോലെയുള്ള 3 ചോദ്യങ്ങൾ നമ്മൾ 2-ാം അധ്യായത്തില് കേട്ടിട്ടുണ്ടല്ലേ. സ്ഥിതപ്രജ്ഞന്റെ അർജുനൻ ചോദിക്കും, സ്ഥിതപ്രജ്ഞശ്ച കാ ഭാഷ സമാധിസ്തസ്യ കേശവ സിഗതി കിം പ്രഭാഷേത കിമാസീത പ്രചേത കിം. അത് സ്ഥിതപ്രജ്ഞന്റെ കാര്യം. പക്ഷെ അതിൽ ചോദിക്കാത്തൊരു ചോദ്യമാണ് ഇതിൽ ചോദിക്കുന്നത്. അതായത് എങ്ങനെ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു. അവിടെ നമ്മൾ ആ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താം, സ്ഥിതപ്രജ്ഞനാവുന്നത് എങ്ങനെ, അതായത് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളൊക്കെ എങ്ങനെ ദിവ്യ അവബോധം നേടാമെന്നാണ് അവിടെ ഭഗവാനോട് അർജുനൻ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇവിടെ ചോദിക്കുന്നത് ത്രിഗുണങ്ങളെ എങ്ങനെ അതിജീവിക്കാം. നമുക്ക് ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കണമെങ്കിൽ ഈ ത്രിഗുണങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ നമ്മൾ അതിനുവേണ്ടി ആസ്വദിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അപ്പൊ ആ ത്രിഗുണങ്ങളെ അതിക്രമിക്കാൻ സാധിച്ചാൽ നമുക്ക് പിന്നെ ഇന്ദ്രിയങ്ങളെ അതിന് ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ ചോദിക്കുന്നത് ഈ ത്രിഗുണങ്ങളെ എങ്ങനെ അതിക്രമിക്കാം, എങ്ങനെയായിരിക്കും അത് അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങള്, അയാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, അതാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ആദ്യം പറയുന്നത് ആ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കുന്നു, ആ ത്രിഗുണങ്ങളിൽ നിന്ന് മോക്ഷം ലഭിച്ചത്, അത് അയാളെ ബാധിക്കാത്ത അവസ്ഥയിലുള്ള ആ വ്യക്തിയുടെ ലക്ഷണം എന്താണെന്ന് പറയുന്നത്. അതായത് പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ അതൊക്കെ ഉണ്ടെങ്കിലും അതിന് വെറുപ്പ് തോന്നാത്തതും, അതൊന്നും ഇല്ലാതാവുമ്പോൾ അത് ഇല്ലാത്തതിനെ പറ്റി ദുഃഖിക്കാത്തതുമായ ഒരവസ്ഥ. അത് നമ്മില് എന്തൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും അത് വേണമെന്ന് ആഗ്രഹമില്ലാതിരിക്കുക, അതില്ലെങ്കിലും അത് വേണ്ട, അത് നമുക്ക് വേണം, അങ്ങനെയുള്ള രണ്ടിലും ന്യൂട്രലായി നിൽക്കുക. അതായത് എന്തൊക്കെ നമ്മളിലുണ്ടോ അതൊന്നും അയാളെ ബാധിക്കുന്നില്ല, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേപോലത്തെ അവസ്ഥ. ദ്വേഷ്ടി സംപ്രവൃത്താനി നിവൃത്താനി കാംക്ഷതി. പ്രകൃതി ഗുണങ്ങളാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നത് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്ക് അതീതനും ആയിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യ നിലയിൽ കാണുന്നുവോ. അടുത്ത ശ്ലോകത്തിലാണ് അത് പറയുന്നത്.
ഞാൻ ദ്വേഷ്ടി, അതിനോടൊന്നും വെറുപ്പില്ല. അതായത് എന്തുണ്ടെങ്കിലും അതിനോടൊന്നും അതിലേക്ക് ആസക്തി ഇല്ല. പ്രവൃത്തിയും അതായത് ആസക്തിയും ഇല്ല, അതില് വ്യാമോഹമില്ല, അങ്ങനെ മായയിൽ പെടുന്നുമില്ല. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും തനിക്ക് നേരിടുന്ന തന്റെ ജീവിതാവസ്ഥയിൽ വരുന്ന ഓരോ കാര്യങ്ങളും അയാളെ ബാധിക്കുന്നില്ല. അയാൾക്ക് അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേപോലത്തെ അവസ്ഥ. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ഉദാസീനവദാസീനോ ഗുണയോന വിചാല്യതേ. എപ്പോഴും ന്യൂട്രൽ ആയിരിക്കുക, എല്ലാത്തിനോടും ഒരേപോലെ മനോഭാവം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ അവസ്ഥ. പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്ക് അതീതനുമായിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യ നിലയിൽ കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിൽ, അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്, സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചന തുല്യ പ്രിയ പ്രിയോ ധീരസ്തുല്യ നിന്ദാത്മ സംസ്തുതി. സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ, പിന്നെ സ്വസ്ഥനായിരിക്കുക, അതായത് ആത്മാവിന്റെ ആ സ്ഥിതിയിൽ നിൽക്കുക, സ്വസ്ഥനായി നിൽക്കുക, സ്വന്തം ആത്മസ്ഥനായിരിക്കുക, അതായത് സ്വന്തം നിലയിൽ തന്നെ നിൽക്കുക. അതായത് സുഖമായാലും ദുഃഖമായാലും ഒരേ അവസ്ഥ, രണ്ടിലും വീഴാതിരിക്കുക. സുഖമാണെങ്കിൽ സുഖം ആസ്വദിച്ച് അതിന്റെ ഇതിൽ ഇരിക്കുക, അല്ലെങ്കിൽ ദുഃഖമാണെങ്കിൽ അതിയായി സങ്കടപ്പെട്ട് ദുഃഖത്തിലിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയല്ല. സമ ദുഃഖ സുഖ സ്വസ്ഥ, സുഖത്തിലും ദുഃഖത്തിലും സമനായി നിൽക്കുക, സ്വസ്ഥനായിരിക്കുക. പിന്നെ സമലോഷ്ടാശ്മ കാഞ്ചന, അതായത് മണ്ണും കല്ലും സ്വർണവും ഒരേപോലെ കാണുക, അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. അതായത് അത്രയ്ക്കും ത്രിഗുണങ്ങളെ അതിജീവിക്കുക. ആ ലക്ഷണങ്ങളാണ് പറയുന്നത്, അവരുടെ പെരുമാറ്റമാണ് പറയുന്നത്. എല്ലാത്തിനോടും ഒരേപോലെ പെരുമാറുക, കല്ലായാലും മണ്ണായാലും സ്വർണമായാലും എല്ലാത്തിനും ഒരേ വില കൊടുക്കുക. ഏതിനാണ് കൂടുതൽ, അതിന്റെ മൂല്യം കൂടുതൽ എന്നുള്ള സ്ഥിതിയിലല്ല. കല്ലായാലും മണ്ണായാലും സ്വർണമായാലും ഒരേ വില. ആ മാനസികാവസ്ഥയിലേക്ക് ഉയർന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. തുല്യ പ്രിയ അപ്രിയോ ധീരസ്തുല്യ നിന്ദാത്മ സംസ്തുതി. പ്രിയത്തിലും ഒരാള് ഇഷ്ടമായാലും അനിഷ്ടമായാലും അയാളോട് തുല്യ മനോഭാവം. നമ്മളോട് ഇഷ്ടമുള്ളവരുണ്ടാവും, അനിഷ്ടമുള്ളവരുണ്ടാവും, അവരോടൊക്കെ ഒരേപോലെ. തുല്യ നിന്ദാത്മ സംസ്തുതി, അതായത് നമ്മളെ പ്രകീർത്തിച്ച് പറയുന്നവരുണ്ടാവും, നമ്മളെ മോശപ്പെട്ട രീതിയിൽ പറയുന്നവരുണ്ടാവും, എല്ലാവരോടും ഒരേ മനോഭാവം. തുല്യ നിന്ദാത്മ സംസ്തുതി, പുകഴ്ത്തുന്നവരായാലും ഇകഴ്ത്തുന്നവരായാലും എല്ലാവരോടും ഒരേപോലെയുള്ള മനസ്ഥിതി. ധീരനായിരിക്കും, അതായത് അചഞ്ചലനായിരിക്കും, എല്ലായ്പ്പോഴും ഒരേ സ്ഥിരമായ മാനസികാവസ്ഥയിലായിരിക്കും, ഒരു ചഞ്ചലത്വം ഉണ്ടാവുന്നില്ല. അതാണ് ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച അയാളുടെ പെരുമാറ്റത്തില് നമ്മൾക്ക് പ്രകടമായ ലക്ഷണങ്ങൾ. എല്ലാത്തിലും, സുഖത്തിലും ദുഃഖത്തിലും ഒരേ സമനായിരിക്കുക, സ്വസ്ഥനായിരിക്കുക, പിന്നെ കല്ല് മണ്ണ് സ്വർണം ഇവയെല്ലാം സമഭാവനയോടെ കാണുക. പ്രിയത്തിലും, അതായത് നമ്മളെ സ്തുതി ചെയ്യുന്നവരും അല്ലാത്തവരോടും ഒരേപോലെ പെരുമാറുക, അചഞ്ചലനായിരിക്കുക. പിന്നെ അടുത്തത് പറയുന്നത്, തുല്യോ മിത്രാരിപക്ഷയോഹോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യതേ. മാനത്തിലും അപമാനത്തിലും, അതായത് നമ്മള് വലിയ പൊസിഷനിലെത്തി, അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനം, അതല്ലാതെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തി തെറ്റായി പോയി, അപ്പൊ അതിന് നമ്മളെ ആരെങ്കിലും നിന്ദിക്കുക, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലും ഒരുപോലെ, സ്തുതിക്കുകയാണെങ്കിലും അതുപോലെ. നമുക്ക് അഭിമാനമാണ് ഉണ്ടാകുന്നതെങ്കിലും അതിലും ഒരേപോലെ, നമ്മൾ അപമാനിക്കുകയാണ് ആരെങ്കിലും ചെയ്യുന്നതെങ്കിലും അതിലും ഒരേപോലെ തുല്യമായിട്ട് പെരുമാറുക. ശത്രുക്കളായാലും മിത്രങ്ങളായാലും, മിത്ര അരിപക്ഷയോഹോ, അരി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, മിത്രങ്ങളോടും ശത്രുക്കളോടും ഒരേപോലെ പെരുമാറുക. അങ്ങനെയുള്ള ആളാണ് ഗുണാതീതൻ എന്ന് പറയുന്നത്. സർവാരംഭ പരിത്യാഗിയ ആൾക്ക് വേറെ യാതൊരു പ്രവർത്തനങ്ങളും ഇല്ല. ഇതെല്ലാം ഒരേപോലെ കണ്ട് ചഞ്ചലമില്ലാത്ത മാനസികാവസ്ഥയോടുകൂടി എല്ലാത്തിനോടും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പെരുമാറ്റം, അങ്ങനെ നിൽക്കുന്നവനാണ് ഗുണാതീതൻ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങളും അയാളുടെ പെരുമാറ്റത്തിൽ കാണുന്ന ഈ രീതികൾ. അതായത് എല്ലാത്തിനെയും ഒരേപോലെ കാണുക, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം അതിജീവിക്കുക. അതായത് അതല്ല നമ്മുടെ ശരീരത്തിന്റെ, അതായത് ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണമായി മനസ്സിലാക്കിയ വ്യക്തിക്ക് നമ്മുടെ ഈ ശരീരത്തിനുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളും അത് ശരീരത്തിനെ മാത്രം ബാധിക്കുന്നതാണ്, ആത്മാവിനെ ബാധിക്കുന്നതല്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി അത്രയ്ക്കും ഭഗവാനെ മനസ്സിലാക്കി. അതായത് ഈ ശരീരം നമുക്ക് കിട്ടിയത് നമ്മളെ കർമ്മഫലത്തിന്റെ നമ്മൾ ചെയ്ത മുജ്ജന്മ കർമ്മഫലം കൊണ്ട് മാത്രമാണെന്നും ഈ ശരീരത്തിൽ ഈ ആത്മാവ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും
ആ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ആത്മാവിന്റെ നിലയിൽ നിൽക്കുക. ശരീരത്തിന് സംഭവിക്കുന്ന ഓരോ ത്രിഗുണങ്ങളും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ആത്മാവ് പെടേണ്ട കാര്യമില്ല. അതെപ്പോഴും സ്ഥിരമായി തന്നെ നിലനിൽക്കണം. അത് മനസ്സിലാക്കിയ വ്യക്തിക്കാണ് ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ശരീരത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം അതിന്റെ നിലയ്ക്ക് വിടുക. അത് ത്രിഗുണങ്ങളുടെ പ്രേരിതങ്ങളായി സംഭവിക്കുന്നതാണ്. അതിൽ ഉൾപ്പെടാതെ ധീരനായി, അതായത് അചഞ്ചലമായി നിൽക്കുക. ഇതിനൊന്നും നമ്മളെ ബാധിക്കാൻ കഴിയില്ല. നമ്മൾ അതിലൊന്നും പെടണ്ട. നമ്മള് ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ, ആ ഒരു സത്യം മനസ്സിലാക്കിയ ആ വ്യക്തി ഇതേപോലെ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെതായ രീതിയിൽ വിട്ടിട്ട് സർവാരംഭ പരിത്യാഗി, ഇതിലൊന്നും പെടാതെ, ഈ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് ഈ ആത്മാവിന് വേണ്ടതല്ല, അതെല്ലാം അതിൻ്റെതായ വഴിക്ക് വിട്ടുകൊള്ളുക. ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ആ ധീരനായി നിന്നുകൊണ്ട്, അതായത് എല്ലാ പ്രവർത്തനങ്ങളും സർവാരംഭ പരിത്യാഗി, എല്ലാ പ്രവർത്തനങ്ങളെയും അതിൻ്റെതായ നിലയ്ക്ക് വിട്ട് സ്വസ്ഥനായി നിലകൊള്ളുക. അതീന്ദ്രിയ അവസ്ഥയിലെത്തിയ ഒരാൾ ഈർഷ്യക്കിടമില്ലെന്നും അയാൾക്ക് യാതൊന്നിലും തൃഷ്ണയുണ്ടാവില്ലെന്നുമാണ് കൃഷ്ണൻ ആദ്യമേ സൂചിപ്പിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ശരീരസ്ഥനായിരിക്കെ ജീവസത്തയ്ക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ഗുണത്തിന് അധീനനായേ കഴിയൂ എന്ന് ധരിക്കണം. ശരീരം ത്യജിച്ചാൽ ഈ പ്രകൃതി ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തനാകാം. എന്നാൽ ശരീരസ്ഥനായ നിലയിൽ അയാൾക്ക് ഉദാസീനതയാണ് അനുയോജ്യം. തനിക്ക് ഭൗതിക ശരീരവുമായുള്ള താതാത്മ്യം ഓർമ്മയിലെത്താത്ത വിധം അയാൾ ഭക്തിയുത സേവനത്തിൽ മുഴുകണം. ശാരീരിക ബോധം ഉണ്ടായാൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ബോധത്തെ കൃഷ്ണനിലേക്കാക്കുമ്പോൾ വിഷയാസക്തി തനിയെ ഒഴിഞ്ഞു പോകും. അതായത് ഈ ആത്മാവും ശരീരവുമായുള്ള ബന്ധം മനസ്സിലാക്കിയ വ്യക്തി ഒരിക്കലും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയില്ല. അദ്ദേഹം എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്തയിൽ മഗ്നനായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരബോധം അയാൾക്ക് ഉണ്ടാവില്ല. അത്രയ്ക്കും ഭഗവാന്റെ കാര്യങ്ങളിൽ ഇടപെട്ടു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും അയാളുടെ ചിന്തയിൽ വരുന്നില്ല. കാരണം അയാൾ അത്രയ്ക്കും ഭഗവത് കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മിലേക്ക് വരാതിരിക്കുള്ളൂ. അതായത് ഭൗതിക കാര്യങ്ങളിലുള്ള ചിന്ത നമ്മൾ മറക്കണമെങ്കിൽ അത് ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ചിന്തയെ തിരിച്ചുവിടണം. അതായത് മനസ്സിനെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടാതെ അതിന് പ്രാധാന്യം കൊടുക്കാതെ ഭഗവാന്റെ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത് അതിന്റെ കാര്യങ്ങളിൽ നമുക്ക് മുഴുവൻ സമയവും ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഭൗതിക കാര്യങ്ങളിലേക്ക് മുഴുകുമ്പോഴാണ് നമ്മളെ ഈ രജസ്തമോ ഗുണങ്ങളിൽ അടിപ്പെട്ട് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രാമുഖ്യം കുറഞ്ഞു വരികയും ഭൗതിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മുൻപ് പറഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ ഓരോ ഗുണത്തിൽ ഏതാണോ നമ്മൾ പ്രോമിനന്റ് ആയി നമ്മൾ ഏത് ഗുണം വരുന്നുവോ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടേണ്ടി വരും. അതായത് ജന്മമൃത്യു ജരാവ്യാധിയിലും നമ്മൾ പെട്ടുപോകും. അതല്ലാതെ അതിൽ നിന്ന് ഉയർന്ന ചിന്തയിലേക്ക് നമ്മൾ എപ്പോൾ എത്തുന്നുവോ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ ഈ ഭൗതിക ഗുണങ്ങളിൽ നിന്ന് അധീനനായി, അതായത് ഈ ത്രിഗുണങ്ങൾക്ക് അതീതനായി മാറാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത്. അതായത് ഭഗവാൻ ഭക്തിയോഗത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ഭക്തിയിലേക്ക് ഉയർന്നു വരാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ അതെല്ലാം ആ വ്യക്തി അനുവർത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മാറി ആ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. അതായത് ഈ ജീവിതത്തിൽ, അതായത് ഈ ഭൂമിയിലുള്ള ഈ അവസ്ഥയിൽ തന്നെ ജീവൻ മുക്ത അവസ്ഥയിലേക്ക് അയാൾക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്തണമെങ്കിൽ ഈ ത്രിഗുണങ്ങളെ എങ്ങനെ നമുക്ക് മറികടക്കാം ആ ഒരു ചിന്ത അയാളിൽ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഭഗവാന്റെ ചിന്ത, ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് ആ ചിന്ത വരികയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗപ്പെടുത്തുക. അതാണ് എല്ലാ ജീവാത്മാക്കളും ചെയ്യേണ്ട ഒരു കാര്യം. അത് ആര് മനസ്സിലാക്കുന്നുവോ ആ വ്യക്തിക്ക് മാത്രമേ ഈ ത്രിഗുണങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ത്രിഗുണങ്ങളെ കൺട്രോൾ ചെയ്ത് അതിനെ നിലക്കി നിർത്താൻ കഴിയുകയുള്ളൂ. ശാരീരിക ബോധം ഉണ്ടായാൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ബോധത്തെ കൃഷ്ണനിലേക്കാക്കുമ്പോൾ വിഷയാസക്തി തനിയെ ഒഴിഞ്ഞു പോകും. ഇതാണ് പറയുന്നത്. ശാരീരിക ബോധം ഉണ്ടായാൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഓരോ ഗുണത്തിന് അധീനമായി. ഇപ്പോൾ രജോ ഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നതെങ്കിൽ അയാൾക്ക് ഇന്ദ്രിയ സുഖങ്ങളെ ആസ്വദിക്കാനുള്ള ആഗ്രഹം കൂടുതലായി വരും. അപ്പൊ അതിനുവേണ്ടി അയാൾ ആ കഠിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോകും.
സത്വഗുണത്തിലാണെങ്കിലും നമ്മൾ പറയുന്നുണ്ടല്ലേ, സത്വഗുണം നമ്മളെ സുഖത്തിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ആ കാര്യങ്ങളിൽ നമ്മൾ മുഴുകിപ്പോകും. ആ സത്വഗുണത്തിൽ ഇരുന്നാലും അതിൻ്റെതായ നമ്മളെ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് വിശുദ്ധ സത്വത്തിലേക്ക് ഉയരാൻ നമ്മൾ ശ്രമിക്കണം. തമോ ഗുണത്തിലാണെങ്കിൽ പിന്നെ നമുക്ക് ആലസ്യം, നിദ്ര, അശ്രദ്ധ ഇതെല്ലാം വന്ന് നമുക്ക് ഒരു ജ്ഞാനവും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അതിന്റെ ഗുണത്തിൽ പെടും. ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. അതിന് ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കണം. എന്നാൽ ബോധത്തെ കൃഷ്ണനിലേക്കാക്കുമ്പോൾ വിഷയാസക്തി തനിയെ ഒഴിഞ്ഞു പോകും. ഭൗതിക ദേഹം ഒരു അനാവശ്യ വസ്തുവാണ്. ജീവന് ശരീരത്തിന്റെ ആജ്ഞകൾ അനുസരിക്കേണ്ടതില്ല. ശരീരസ്ഥങ്ങളായ ഭൗതിക ഗുണങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ആത്മാവെന്ന നിലയിൽ ജീവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. എങ്ങനെയാണ് അയാൾ ഒഴിഞ്ഞു നിൽക്കുന്നത്? അയാൾ ശരീരത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാനും ആകാംക്ഷയില്ല. അതായത് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരത്തിനെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരണം. ഓരോ ജീവാത്മാക്കളും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അല്ലാത്ത ജീവാത്മാക്കൾക്ക് അതിനൊരിക്കലും സാധിക്കുകയില്ല. എന്നാൽ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാനും ആകാംക്ഷയില്ല. ഇങ്ങനെയുള്ള അതീന്ദ്രിയ അവസ്ഥയിൽ ഭക്തന് പൂർണ്ണ സ്വാതന്ത്ര്യം തനിയെ കൈവരുന്നു. ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാനുള്ള ശ്രമം അയാൾ ചെയ്യേണ്ടതില്ല. അങ്ങനെ ഭക്തിഗത ഭഗവത് സേവനം നിരന്തരം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഈ ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാനുള്ള ശ്രമം അയാള് ചെയ്യേണ്ടതില്ല. അതായത് ഭക്തിഗത ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായി അയാൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അയാളെ ത്രിഗുണങ്ങൾ ബാധിക്കുകയില്ല. അതായത് അയാളുടെ ശ്രദ്ധ മുഴുവൻ ഭഗവാനിൽ കേന്ദ്രീകരിച്ച് ഭഗവാന്റെ കാര്യങ്ങളിൽ മുഴുകി ദിവസവും ഭഗവാന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതായത് തന്റെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഭഗവാന്റെ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകിയിരിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും ഭൗതികമായ ഈ ത്രിഗുണങ്ങൾ അയാളെ ബാധിക്കുകയില്ല. അതായത് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് അത് ആസ്വദിക്കണം, അത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്നത്. പക്ഷെ ഭഗവാനെ മാത്രം മനസ്സിൽ കേന്ദ്രീകരിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ ആസ്വദിച്ച് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഭൗതിക ഗുണങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ത്രിഗുണങ്ങളെ എല്ലാം അതിജീവിക്കാം. അതീന്ദ്രിയ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയിരിക്കുമെന്നതാണ് അടുത്ത ചോദ്യം. ഭൗതിക മനസ്ഥിതിയുള്ള ഒരാൾക്ക് തന്റെ ശരീരത്തോട് മറ്റുള്ളവർ കാട്ടുന്ന നിന്ദയും ആദരവും ബാധകമാണ്. അതീന്ദ്രിയ അവസ്ഥയിലെത്തിയ ആളെ ഇത്തരം മിഥ്യയായ മാനാപമാനങ്ങൾ സ്പർശിക്കുന്നേയില്ല. അതായത് ഒരു സാധാരണ വ്യക്തിക്കാണെങ്കിൽ ഒരാൾ നിന്ദിച്ചു കഴിഞ്ഞാൽ ആൾക്കത് മനസ്സിന് വളരെയധികം വിഷമമുണ്ടാക്കും. അയാൾ അതിനോട് പ്രതികരിക്കും. അങ്ങനെ അയാൾ അതിനോട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്യും. ആ നിന്ദിച്ച ആളെ ദ്രോഹിക്കാനോ അങ്ങനെയുള്ള ചിന്തകൾ അയാളുടെ ഉള്ളിൽ വരും. പക്ഷെ അതീന്ദ്രിയമായ അവസ്ഥയിൽ എത്തിയ ഒരാൾക്ക് തന്നെ ആര് നിന്ദിച്ചാലും അപമാനിച്ചാലും ഇനിയിപ്പോ കീർത്തിക്കുകയാണെങ്കിൽ കൂടി അതിൽ രണ്ടിലും അയാൾക്ക് ഒരു ആക്ഷൻ തിരിച്ചെന്ത് ചെയ്യണം എന്നുള്ള അങ്ങനെ ഒരു ചിന്ത അയാൾക്കില്ല. കാരണം അയാൾ ന്യൂട്രലാണ്. തന്നെ നിന്ദിച്ചാലും തന്നെ കീർത്തിച്ചാലും ശരീരത്തിന്റെ കാര്യങ്ങളെല്ലാം ടെമ്പററി ആണെന്ന് നമുക്കറിയാം. താൽക്കാലികമായി ഈ ശരീരത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. അതായത് ഈ ശരീരം നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് ആ അതീന്ദ്രനായ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അതിനുവേണ്ടി പ്രതികരിക്കുന്നില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ സ്വന്തം കടമ നിർവഹിക്കുന്നു. മറ്റുള്ളവർ തന്നെ മാനിക്കുന്നുവോ നിന്ദിക്കുന്നുവോ എന്ന് ശ്രദ്ധിക്കാറില്ല. കൃഷ്ണാവബോധഭരിതമായ തന്റെ കർത്തവ്യത്തിന് അനുയോജ്യമായവയെ അയാൾ കൈക്കൊള്ളും. ഭൗതികമായ എന്തും കൽക്കഷ്ണമാകട്ടെ കനകമാകട്ടെ അയാൾ ആവശ്യപ്പെടുകയില്ല. തന്റെ കൃഷ്ണാവബോധപരമായ കൃത്യനിർവഹണത്തിന് സഹായിക്കുന്ന ഏതൊരാളെയും പ്രിയ സുഹൃത്തായി അയാൾ കരുതുന്നു. തന്നോട് ശത്രുത കരുതുന്നവനെ വെറുക്കുകയുമില്ല. അതായത് കൃഷ്ണാവബോധസ്ഥനായ ഒരു വ്യക്തിക്ക് ശത്രുക്കൾ ഒരിക്കലും ഉണ്ടാവുന്നില്ല. അതായത് തന്നെ ദ്രോഹിക്കുകയാണെങ്കിൽ കൂടി അയാളോട് ശത്രുതാ മനോഭാവം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. കാരണം ഈ ശരീരത്തോടാണ് അയാൾ ശത്രുതാ മനോഭാവം കാണിക്കുന്നത്. അപ്പോൾ അതിനോട് എതിര് കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതായത് ശരീരം ടെമ്പററി ആണ്. അതുകൊണ്ട് അയാളുടെ ആ ഗുണത്തിൽ ഇരുന്നത് കൊണ്ടാണ് തന്നോട് ശത്രുത കാണിക്കുന്നത്. പക്ഷെ തനിക്ക് അയാളോട് ഒരു ശത്രുതയുമില്ല. നമ്മളെല്ലാം ആ ആത്മാവിനെയാണ് കാണുന്നത് അല്ലെ. ഈശാവാസ്യം ഇതം സർവം എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയിലിരിക്കുന്ന ആത്മാവിനെ അതിനെയാണ് നമ്മൾ കാണേണ്ടത്. ആ ശരീരത്തെയല്ല. ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളിലാണ് ഈ നിന്ദയും അപമാനവും ശത്രുതയും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ അതീന്ദ്രനായ വ്യക്തിക്ക് അതറിയാം. അതുകൊണ്ട് അയാൾക്ക് ആ മറ്റു വ്യക്തിയോട് ശത്രുതാ മനോഭാവം തോന്നുകയില്ല. തന്നെ സഹായിക്കുന്ന വ്യക്തികളെ പ്രിയ സുഹൃത്തായി കാണും. അതായത് ഭഗവാന്റെ കാര്യങ്ങൾക്കായി തന്നെ സഹായിക്കുന്ന വ്യക്തികളോട് അയാള് പ്രിയ സുഹൃത്തായി പെരുമാറുകയും ചെയ്യും. അയാൾക്ക് എപ്പോഴും സമചിത്തതയായിരിക്കും.
ഭൗതികാസ്തിത്വത്തോട് ബദ്ധനല്ല താനെന്നറിയുന്നത് കൊണ്ട് സമദർശിയുമാണ്. അതാണ് എല്ലാവരോടും ഒരേപോലെ കാണുന്നത്. അതായത് എല്ലാ വ്യക്തികളും ഭഗവാന്റെ അംശങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ സമദർശിയായി കാണാൻ ആ വ്യക്തിക്ക് സാധിക്കും. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട് അവർക്ക് ശത്രുക്കൾ ഉണ്ടാകും, പിന്നെ നിന്ദിച്ചവരോടുള്ള വെറുപ്പും ദേഷ്യവും ഉണ്ടാകും. ഇതെല്ലാം അവരുടെ മനസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഭഗവത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ കിട്ടുന്നില്ല. കാരണം അവരുടെ മനസ്സ് എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കും. ഓരോ പ്രശ്നങ്ങളിലെ അവര് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് എങ്ങനെ തീർക്കാം, അങ്ങനെ ഓരോ നൂറ് പ്രശ്നങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയെല്ലാം പ്രക്ഷുബ്ധങ്ങളായിരിക്കുന്ന മനസ്സുള്ളവർക്ക് ഒരിക്കലും ആ ഭഗവത് കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കാനും കഴിയുന്നില്ല. എന്നാൽ ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതെല്ലാം താൽക്കാലികങ്ങളാണ്, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നതല്ല, അങ്ങനെ ഒരു മാനസികാവസ്ഥ ആരാണോ എടുക്കുന്നത് ആ വ്യക്തിക്കാണ് ഇതൊക്കെ നടത്താൻ സാധിക്കുന്നത്, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ക്ഷണികങ്ങളായ അസ്വാസ്ഥ്യങ്ങളുടെയും വിപ്ലവങ്ങളുടെയും സ്ഥിതി അയാൾക്കറിയാം. സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അയാളെ ബാധിക്കുകയില്ല. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ, രാജ്യത്ത് ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ അതീന്ദ്രനായ വ്യക്തിയെ ബാധിക്കുന്നില്ല. അയാൾക്കറിയാം ഈ പ്രവർത്തനങ്ങളെല്ലാം മുൻപേ ഉള്ളതാണ്, ഇപ്പോഴും ഉള്ളതാണ്. പക്ഷെ അതെല്ലാം ആ വ്യക്തികളുടെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, അല്ലെ? ഓരോ പ്രശ്നങ്ങളും സാധാരണ നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളിലും ഓരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം പണ്ടേ നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നു. പക്ഷെ അവരുടെ വ്യക്തികൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ അതെല്ലാം ഈ അതീന്ദ്രനായ വ്യക്തിക്ക് അറിയാം. ഈ പ്രവർത്തനങ്ങളിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നത്, ഇതെല്ലാം നടന്നു പോകും. അങ്ങനെ ഒരു ചിന്തയിലാണ് ആ അതീന്ദ്രനായ വ്യക്തി എപ്പോഴും നിലകൊള്ളുക. കൃഷ്ണന് വേണ്ടി സ്വന്തം കാര്യത്തിനായി അയാൾ പ്രയത്നിക്കുന്നില്ല. കൃഷ്ണന് വേണ്ടിയുള്ള ഏത് ഉദ്യമത്തിലും അയാൾ ഏർപ്പെടും. എന്നാൽ തനിക്ക് വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിലും ഏർപ്പെടുകയുമില്ല. ഇങ്ങനെ പെരുമാറുന്നവരത്രേ ശരിക്കും അതീന്ദ്രിയ അവസ്ഥ പോകുന്നത്. അതായത് കൃഷ്ണന് വേണ്ടി, ഭഗവാന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അയാള് അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും. എന്നാൽ തന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അയാൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമില്ല. കാരണം തനിക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനുവേണ്ടി അയാള് പ്രത്യേകമായി കഠിനാധ്വാനം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഭഗവാന് വേണ്ടിയാണെങ്കിൽ തന്റെ കഴിവ് മുഴുവൻ അതിനുവേണ്ടി പരിശ്രമിക്കും. അങ്ങനെയുള്ള വ്യക്തിയാണ് അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇത്രയുമാണ് ഈ 5 ശ്ലോകങ്ങളിൽ. അതായത് 21ാമത്തെ ശ്ലോകത്തിലെ 3 ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുനൻ അതറിയാനുള്ള ആകാംക്ഷയിലാണ് ഭഗവാനോട് ചോദിക്കുന്നത് ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്നിലും അയാൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ അവസ്ഥ, എന്തൊക്കെ നമുക്കുണ്ടോ അത് ഉണ്ടായാലും അതില്ലാത്ത അവസ്ഥയിലും അയാള് ഒരേപോലെ തന്നെ നിലകൊള്ളും. പിന്നെ ആരോടും ഉണ്ടായാലും ഇല്ലെങ്കിലും അതില് ഒന്നും ആൾക്ക് ഇഷ്ടക്കേട്, ദ്വേഷ്ടിയോ വെറുപ്പൊന്നും തോന്നുന്നില്ല. പിന്നെ ഉദാസീനൻ, അതായത് ന്യൂട്രലായിട്ട് സ്ഥിതി ചെയ്യും എല്ലാത്തിലും. പിന്നെ സുഖത്തിലും ദുഃഖത്തിലും സമദുഃഖ സുഖ സ്വസ്ഥ, ദുഃഖത്തിലും സുഖത്തിലും സമനായി നിൽക്കുകയും സ്വസ്ഥനായി നിൽക്കുകയും കല്ലും മണ്ണും കാഞ്ചനവും ഒരേപോലെ തന്നെ കാണുകയും പ്രിയമുള്ളവരോടും അപ്രിയമുള്ളവരോടും എല്ലാവരോടും തുല്യതാ മനോഭാവം കാണിക്കുകയും ധീരനായും ഇരിക്കും. അതായത് അചഞ്ചലമായി സ്ഥിരമായ മനസ്സോടുകൂടിയവനായിട്ടിരിക്കും. പിന്നെ നമ്മളെ നിന്ദിക്കുന്നവരോടും സ്തുതി പാടുന്നവരോടും എല്ലാം തുല്യരായി കാണുക, അവരെല്ലാം നമുക്ക് തുല്യരായി കാണുക. അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ് ഈ അതീന്ദ്രിയ അവസ്ഥ വന്ന ഒരു വ്യക്തി. മാനത്തിലും അപമാനത്തിലും തുല്യനായി കാണുക, പിന്നെ ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരേപോലെ പെരുമാറുക. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് മാത്രം ചിന്ത കേന്ദ്രീകരിക്കുക, തന്റെ ശ്രദ്ധ മുഴുവൻ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക. അതാണ് അങ്ങനെ എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് ഗുണാതീതൻ, ഈ ഗുണങ്ങൾക്കെല്ലാം അതീതനായി മാറുന്നതെന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അർജുനന് ഈ വ്യക്തിയുടെ ലക്ഷണങ്ങൾ മനസ്സിലായി, ആ വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഈ പ്രകൃതി ഗുണങ്ങളെ എങ്ങനെ അതിക്രമിക്കും, അത് അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇതേപോലെയുള്ള മാനസികാവസ്ഥയും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു താല്പര്യം കൂടുകയും ഇതേപോലെ എല്ലാവർക്കും ഈ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്താനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. റൈറ്റ്.
ഹരേ കൃഷ്ണ. യേശുവാരി മൂന്ന് ചോദ്യങ്ങൾ അർജുൻ ചെയ്യുന്നു. ഒന്നാമത് ലക്ഷണം എന്താണ്? 3 ഗുണങ്ങൾ തരണം ചെയ്ത വ്യക്തിയുടെ ലക്ഷണം എന്താണ്? അയാളുടെ പെരുമാറ്റം എന്താണ്? ഈ 2 ചോദ്യങ്ങളാണ് ഈ 4 ശ്ലോകങ്ങളുടെ ഭഗവാൻ ഉത്തരം കൊടുക്കുന്നത്. അപ്പം ലക്ഷണം എന്ന് പറയുമ്പോൾ അത് ഇന്റേണലാണ് എനിക്ക് വരാൻ. അപ്പം ആദ്യം പറയുന്ന പ്രകാശം ച പ്രവൃത്തിയും ച മോഹം. പ്രകാശം എന്നുള്ള ഏത് ഗുണത്തിന്റെ ലക്ഷണമാണ്? പ്രകാശം സത്വഗുണം. സത്വഗുണം. പ്രകാശം സത്വഗുണമാണ്. പ്രവൃത്തിയോ രജോ ഗുണം. മോഹം രജോഗുണം. തമോ ഗുണം. അത് ആ 3 ഗുണത്തിനും എടുത്തു പറയാണ്ട് ഈ വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ സത്വഗുണായ ശ്രീ, രജോ ഗുണായ ശ്രീ, തമോ ഗുണായ ശ്രീ അത് ഉള്ള സമയത്ത് കുറച്ച് നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ, കുറച്ച് നമ്മൾ ഗുണാധീനായിട്ട് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഗുണങ്ങൾ നമ്മുടെ മുഴുവൻ വിട്ടുപോകില്ല. ഇങ്ങനെ ഗുണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ അതിൽ പെട്ടുപോകും. അപ്പോൾ നമുക്ക് ഒരു എന്താണ് സ്ട്രഗിൾ വരും. ഒരു സ്ട്രഗിളാണ്. അപ്പോൾ പല അഡ്വാൻസ് ഡിവോട്ടീസ് ചോദിച്ചറിയാം, ഹൗ ആർ യു അഡ്വാൻസിങ് പ്രഭു ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം സ്റ്റിൽ സ്ട്രഗ്ലിങ് പ്രഭു എന്ന് പറയും. ഐ എം സ്റ്റിൽ സ്ട്രഗ്ലിങ്, ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താർത്ഥം? സ്ട്രഗിൾ വെച്ചാൽ ഞാൻ ഇപ്പോഴും ഗുണത്തിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് ഗുണത്തിൽ നിന്ന് പുറത്തു വരാൻ മുഴുവൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ അയാൾ എന്താ വയ്ക്കുക? പ്രകാശം, ഈ സത്വഗുണത്തിൻ്റെ പ്രഭാവം കാരണം ഇപ്പം ഞാൻ സന്തോഷവാനാണ്, അങ്ങനെ ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് ശരിയായ ഫീലിംഗ് അല്ല. രണ്ടാമത് പ്രവൃത്തി, ഞാനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ രജോ ഗുണത്തിൻ്റെ പിടിയിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇനേഷ്യ, എനിക്കൊരു ആലസ്യം വരുമ്പോൾ ഞാനിപ്പോൾ തമോ ഗുണത്തിനെ വിട്ടുപോയല്ലോ എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത് ദ്വേഷ്ടി സംപ്രവ. പക്ഷേ അതീതനായിട്ടുള്ള ആൾക്കാർക്ക് ഇത് 3 ഉണ്ടെങ്കിൽ തന്നെ ആൾ ദേഷ്യപ്പെടില്ല. അത് കുറേ അഡ്വാൻസ് ആയ ആൾക്കാർ, തുടക്കം കുറച്ച് അഡ്വാൻസ് ആയ ആൾക്കാർക്ക് ഇത് 3 പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. അപ്പോഴാണ് നമുക്കൊരു സംഘർഷം തോന്നുന്നത്, സംഘർഷാവസ്ഥ. വി ആർ സ്ട്രഗ്ലിംഗ് ബിക്കോസ് ഇസ് ട്രൈങ് ടു ഗെറ്റ് ഔട്ട്. അവിടുന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ മുഴുവനായിട്ട് പുറത്തു വരാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഉള്ളപ്പോൾ, അതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആൾക്ക് അതിനുള്ള ഒരു വിഷമം ഉണ്ടാവും. അയ്യോ, എനിക്ക് ഞാൻ ഇതായല്ലോ, ഇങ്ങനെ ചിന്തിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അലസ്യപ്പെട്ടല്ലോ എന്നുള്ള ചിന്ത അയാളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കും. പക്ഷേ അതിന് പുറത്തു വന്ന ആൾക്കാർക്ക്, അഥവാ അത് ഉണ്ടെങ്കിൽ തന്നെ അയാളെ ബുദ്ധിമുട്ടിക്കില്ല, അയാൾക്ക് അതിന് ദേഷ്യം ഒന്നുമില്ല. ഭൗതിക ശരീരത്തിനോടത്തോളം കാലം ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ശീലപ്രഭു എന്ന് പറയുന്നുണ്ട്, സന്യാസിയാണെങ്കിൽ പോലും ചിന്ത ഉണ്ടാവും. എന്നുവെച്ചാൽ ഗുണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുണം പ്രവർത്തിക്കും. പക്ഷേ ഗുണത്തിൽ നിന്ന് ശരിക്കും പുറത്തു വന്ന ആൾക്കാർക്ക് ഗുണം അഥവാ ഉണ്ടെങ്കിൽ തന്നെ, ഗുണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ തന്നെ അയാൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് ദ്വേഷ്ടി സംപ്രവർത്താനി, അതിന് വെറുപ്പുണ്ടാവില്ല. അതിൻ്റെ സാന്നിധ്യത്തിൽ അതിനോട് അയ്യോ അതൊന്ന് ഒഴിഞ്ഞു പോണേ എന്നുള്ള ഫീലിംഗ് അയാൾക്ക് ഉണ്ടാവില്ല. ഏറ്റവും അടിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് എന്താണ് നിവൃത്താനി കാക്ഷ. ഏറ്റവും അടിയിൽ ശരിക്കും അഡ്വാൻസ് ചെയ്യാത്ത ആൾക്കാർക്ക് എന്താണ്? ആൾക്ക് സത്വഗുണം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ സത്വഗുണം പൊതുവേ അയാളുടെ പ്രിഡോമിനൻ്റ് സത്വഗുണത്തിൻ്റെ ആളാണ്. ആൾക്ക് ഇപ്പോൾ തോന്നുന്നു അയ്യോ എനിക്ക് പഴയ പോലെ കവിത എഴുതാൻ പറ്റുന്നില്ല, പഴയ പോലെ എൻ്റെ ഫിലോസഫിക്കൽ തോട്ട്സും ശരിയായിട്ട് വരുന്നില്ല, അല്ലെ എൻ്റെ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള മെൻറ്റാലിറ്റി മുഴുവൻ പണ്ടത്തെ അത്ര ഷാർപ്പല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സത്വഗുണം ഒഴിഞ്ഞു പോവാണ്. അപ്പോൾ ഒഴിഞ്ഞു പോകുമ്പോൾ അത് പോകുമ്പോഴുള്ള വിഷമം. രജോ ഗുണത്തിന് ആൾക്കാർ എന്ത് ചോദിക്കും? എനിക്ക് പണ്ടത്തെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പഴയ ആവേശമില്ല, അതൊക്കെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നമുക്ക്, അല്ലേ? കുറച്ചിങ്ങനെ ആകുമ്പോൾ പറയും അയ്യോ പണ്ടൊക്കെ എനിക്ക് നല്ല ആവേശമായിരുന്നു എല്ലാം ചെയ്യാനായിട്ടും, ഇപ്പം എനിക്ക് ആ പഴയ പോലെ ഒരു ഉത്സാഹം തോന്നുന്നില്ല. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയാറുണ്ട് അല്ലേ? എനിക്ക് പഴയ പോലെ ഉത്സാഹം തോന്നുന്നില്ല. ആ തമോ ഗുണത്തെ ആൾക്കാരുടെ ലക്ഷണം എന്താണ്? അയാളുടെ നിദ്ര ആലസ്യമാണ്. അപ്പോൾ ആ നിദ്ര, ആ തമോ ഗുണം ഒഴിഞ്ഞു പോകുമ്പോൾ എന്താണ്? ആൾക്ക് പഴയ പോലെ ഉറക്കമൊന്നും വരുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇന്ന് ഉറക്കം വരില്ല, പണ്ടത്തെ പോലെ ഒന്നും ഉറക്കമില്ല ഇപ്പം എനിക്ക്. അപ്പോൾ എന്തുകൊണ്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില നമ്മുടെ ഈ ഗുണങ്ങൾ, നമ്മൾ ചെയ്ത പ്രവൃത്തി അനുസരിച്ച് ഗുണങ്ങൾ വരും. ആ സമയത്ത് ഏത് ഗുണത്തിലാണോ നമ്മൾ പ്രവർത്തിച്ച് ആ ഗുണം കുറച്ച് കഴിഞ്ഞ് ഒഴിഞ്ഞു പോകും. അതിന് ഇഫക്റ്റ് പുറത്തു പോകുമ്പോൾ സത്വഗുണത്തിൻ്റെ ഇഫക്റ്റ് പോവും. അപ്പോൾ രജോ ഗുണം കയറി വരും.
രജോ ഗുണത്തിന് ഇഫക്റ്റ് പോവും, പിന്നെ തമോ ഗുണം കയറി അവൻ മാറിക്കൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പോകുന്ന സമയത്ത് സത്വഗുണം ഇല്ലാത്ത സമയത്ത് സത്വഗുണികൾ പൊതുവെ സത്വഗുണത്തിലിരിക്കുന്ന ആൾക്കാരെ സത്വഗുണം ഒഴിഞ്ഞു പോകുമ്പോൾ അയാൾക്ക് വിഷമം ഉണ്ടാവും. രജോ ഗുണികൾക്ക് രജോ ഗുണത്തിൻ്റെ ആ സ്വാധീനം പ്രഭാവം നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നും. അതേപോലെ തമോ ഗുണികൾ. പക്ഷേ ഇന്ന് പുറത്തു വന്ന ആൾക്കാർക്ക് അത് ഏത് ഗുണം വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, അത് സാന്നിധ്യം ഉണ്ടോ സാന്നിധ്യം ഇല്ലേ, അതിനെ അയാൾ ബാധിക്കുന്നില്ല. കാരണം എന്താണ്? ഉദാസീനെ പോലെ അയാൾ നിൽക്കുകയാണ്. അത് വന്നോട്ടെ, ശരി, അത് വന്നപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷേ ആൾക്ക് ശ്രദ്ധയില്ല. ഇല്ലെങ്കിൽ എന്താ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പിന്നാലെ പോകണ ആവശ്യമില്ല. അപ്പോൾ ഇത് ലക്ഷണമാണ്. പക്ഷേ ഈ ലക്ഷണം ആരെ ഫീൽ ചെയ്യുക? അത് പുറത്ത് കാണോ? പ്രകടമാകുമോ? അത് പ്രകടമല്ല അല്ലേ? അത് ഞാനറിയുള്ളൂ. ഇപ്പം എനിക്കതുണ്ടെങ്കിൽ, തനിക്കൊരു ആ ഫീലിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയുള്ളൂ ഞാൻ സത്വഗുണത്തിലിരിക്കണോ, ഞാൻ രജോ ഗുണത്തിലിരിക്കണോ, ഞാൻ തമോ ഗുണത്തിലിരിക്കണോ. രജോ ഗുണം വിട്ടുപോവുകയാണ്, തമോ ഗുണം വിട്ടുപോവുകയാണ്. അങ്ങനെ 3 ഗുണം വിട്ടു കഴിഞ്ഞാൽ ഗുണത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുന്നത് ഞാനാണ്. മറ്റുള്ളവരെല്ലാം മനസ്സിലാക്കണം. പിന്നെ എൻ്റെ പെരുമാറ്റം കൊണ്ടാണ് മറ്റുള്ളവർ മനസ്സിലാക്കുക. അതാണ് അടുത്ത ചോദ്യം. അടുത്ത ഉത്തരം തന്നെ അയാളുടെ പെരുമാറ്റം എന്താണ്. അപ്പോൾ അയാൾ പെരുമാറുമ്പോൾ സമദുഃഖ അടുത്ത എന്താവസ്ഥ ശരി, അയാൾ തുല്യമായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും, യെസ്, അയാൾ സുഖത്തിലായ ശരി ദുഃഖത്തിലായ ശരി അയാൾ ഒരേ പോലെ ഇരിക്കുന്നു. അപ്പോൾ അയാൾ അങ്ങനെ പെരുമാറ്റങ്ങൾ വരുമ്പോൾ സമദോഷ്ടാശ്മ കഞ്ചന, അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഒന്നിനോടും താല്പര്യമില്ല. ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടുന്നോ, അല്ല അയാൾ കണ്ടില്ല, അയാൾക്ക് എല്ലാത്തിനോടും തുല്യതയാണ്. അപ്പോൾ അയാളുടെ ആ പെരുമാറ്റം വരുമ്പോൾ അത് പ്രകടമാകുമ്പോഴാണ് മറ്റുള്ളവർ മനസ്സിലാക്കുക അയാൾ ഗുണാതീതനായി. ആദ്യം ലക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ് നമ്മൾ ഗുണാതീതനായിരുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കില്ല, പിന്നീടാണ് മറ്റുള്ളവർ മനസ്സിലാക്കണം. അപ്പോൾ തുല്യ പ്രിയാപ്രിയോ ധീരാസ് തുല്യ നിന്ദ സംസ്കൃതി എന്ന് പറയും. മാനാപാനയോ തുല്യ മിത്രാരിപക്ഷയോ സർവാരംഭ പ്രത്യാഗി. ഇത് അയാളുടെ പെരുമാറ്റമാണ്. 24-25 ശ്ലോകങ്ങളുടെ അയാളുടെ പെരുമാറ്റം പറയുന്നത്. ആ പെരുമാറ്റം മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാൾ ഗുണാതീതനായി എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും. ഇതിൽ പുറപ്പെട്ടിൽ ഒരു ശ്ലോകം ശിലപ്രഭു പറയുന്നുണ്ട്, അതീന്ദ്രിയ അവസ്ഥയിലെത്തിയ ആളെ അത്തരം മിഥ്യയായ മാനാഭാവങ്ങൾ സ്പർശിക്കുന്നതില്ല. അയാൾ കൃഷ്ണാബോധത്തോടെ സ്വന്തം കടമ നിർവഹിക്കുന്നു. മറ്റുള്ളവർ തന്നെ മാനിക്കുന്നോ നിന്ദിക്കുന്നോ നിഷേധിക്കാറില്ല. കൃഷ്ണാബോധഭരിതമായ തൻ്റെ കർത്തവ്യത്തിന് അനുയോജ്യമായവയെ കൈക്കൊള്ളും. അപ്പോൾ ഇതൊന്നും നമുക്ക് അനുയോജ്യം അല്ലെങ്കിൽ അയാൾ കൈക്കൊള്ളില്ല, അനുയോജ്യമാണെങ്കിൽ കൈക്കൊള്ളും. അപ്പോൾ അതെന്താണത്? അനുകൂലിച്ച സങ്കല്പ. കൃഷ്ണാബോധത്തിന് അനുയോജ്യമായി എന്തൊക്കെയുണ്ടോ അതാണ് അയാൾ കൈക്കൊള്ളും. പിന്നെ ഭൗതികമായിട്ടുള്ള അത് പ്രതികൂലമായിട്ട് നിൽക്കുന്നോ അത് വർജിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ആളുടെ ലക്ഷ്യം, ഇതിൻ്റെ മെയിനായിട്ട് 2 കാര്യങ്ങൾ. ഒന്ന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, കൃഷ്ണന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണ അനുകൂലമായിട്ട് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക. എതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിജക്റ്റ് ചെയ്യുക. അങ്ങനെ അയാളിങ്ങനെ പുറമേയായിട്ടുള്ള ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പുറമേയുള്ള ആൾക്കാർ മനസ്സിലാവും ഇയാൾ ഗുണാതീതനായി. സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അവിടെ യുദ്ധം നടക്കണം, ഇവിടെ യുദ്ധം നടക്കണം, ആ യുദ്ധം ഇവിടെ നടക്കണം, അതിലൊന്നും അയാൾ പങ്കുചെയ്യില്ല. എന്തിനും നമ്മൾ പങ്കുചേരണം? ലോകത്ത് പല ഭാഗത്തും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല. അയാൾ പക്ഷം പിടിക്കില്ല, അയാൾക്ക് അതിനെ അറിയാം. കാരണം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാലാകാലങ്ങളായിട്ട് പല യുദ്ധങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഇന്ദ്രിയ ഗുണാതീതനായിട്ടുള്ള ആള്, ശരിയായിട്ടുള്ള വൈഷ്ണവൻ, ഒരിക്കലും മറ്റുള്ള പ്രശ്നത്തിലോ സാമൂഹിക പ്രശ്നങ്ങളിലോ ആഭ്യന്തര പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിലോ അയാൾ ഒരിക്കലും ഇടപെടില്ല. അയാൾ അതിന് യാതൊരു താല്പര്യം കാണിക്കില്ല. താല്പര്യം കാണിച്ച് പോകുന്ന ആൾക്കാർക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നാണ് അയാൾ ശരിയായിട്ടുള്ള ഗുണം മനസ്സിലാക്കിയില്ല, വൈഷ്ണവധർമ്മം മനസ്സിലാക്കാത്ത ആൾക്കാരാണ് മനസ്സിലാക്കുന്നത്. അവിടെ കൃത്യമായിട്ടും കൂടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. അത് കാലാകാലം മറ്റുള്ളതാണത്, ഉണ്ടാവും അത്. അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താ നമ്മുടെ കൃഷ്ണാബോധം ഇല്ലാണ്ടാവും. സോ ഇതാണ് അതീന്ദ്രിയാവസ്ഥ ആളുടെ ലക്ഷണം. ഇതാണ് അത് എങ്ങനെ എത്തി എന്നുള്ളത് അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
വാഞ്ചാകൽപതരൂപസ്യ കൃപാസിന്ധുഭ്യേവ ച പതിനാനാം Hare